നമസ്കാരം. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ഇനിയൊരു ട്രെയിനിങ് സെഷനാണ്. സോ ഈ ട്രെയിനിങ് സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതും, അതുപോലെ അഡ്മിൻ പാനൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടൻറ്റ് ആഡ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം നമുക്ക് എല്ലാ കണ്ടൻറ്റും നമുക്ക് മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പേജസിനകത്ത് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ എങ്ങനെ പുതിയ ഗാലറി ഇമേജസ് ആഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഈ ഗാലറി ഇമേജസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സ് ഈ ഗാലറി ഇമേജ് കാണുന്ന കസ്റ്റമർ നമ്മൾ ആരാണെന്നുള്ള ഒരു അറിവ് അവർക്ക് നമ്മുടെ ഈ ഗാലറിയിലുള്ള ഈ കണ്ടൻറ്റ് കാണുമ്പം കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവരുടെ മനസ്സിൽ പതിയും. നമ്മളൊരു ക്രെഡിബിൾ ആണ്, ട്രസ്റ്റ് വർത്തിയാണ്, എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് ഹൂ ഈസ് ദിസ് ഏജൻറ്റ് എന്ന സംശയം പൂർണ്ണമായി മാറും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കസ്റ്റമർക്ക്, നമുക്കൊരു ലീഡ് വന്ന കസ്റ്റമർ, ആ കസ്റ്റമർക്ക് നമ്മൾ ആരാണെന്നുള്ള ഇൻട്രഡക്ഷൻ ആ കസ്റ്റമർ നമ്മുടെ ഗാലറിയിൽ പോയി നോക്കാൻ നേരത്ത് കൂടുതൽ വിശാലമായിട്ട് അവർക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ദിസ് പേഴ്സൺ ഈസ് റിയൽ എന്ന വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വരും. ഇത് നമ്മുടെ എൻക്വയറി ചാൻസസ് കൂട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഗാലറിയിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫീൽഡ് ആക്ടിവിറ്റി എക്സ്പീരിയൻസ്, ഫീൽഡ് ആക്ടിവിറ്റി ഫോട്ടോസ്, ട്രെയിനിങ് പ്രോഗ്രാം ഫോട്ടോസ്, അവാർഡ് മറ്റുള്ള റെക്കഗ്നിഷൻ ഫോട്ടോസ്, ഓഫീസ് മീറ്റിംഗ് പിക്ചേഴ്സ്, ക്ലയൻറ്റ് സർവീസ് ഫോട്ടോസ്, ക്ലയൻറ്റിൻ്റെ പെർമിഷനോട് കൂടി അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസിനെ ഹൈലൈറ്റ് ചെയ്യും. ഈ ഗാലറിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫോട്ടോസും എക്സ്പീരിയൻസിനെ ഹൈലൈറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മുടെ ബ്രാൻഡ് ഇമേജ് ബ്രാൻഡ് ഇമേജ് കൂട്ടും ചെയ്യും. ഒരു ഗാലറി സെക്ഷൻ കാണുമ്പോൾ കസ്റ്റമർ നമ്മൾ ഭയങ്കര ആക്റ്റീവാണ്, പ്രൊഫഷണലാണ്, ഡെഡിക്കേറ്റഡ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ് എന്ന മാതിരിയുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കും. സോ അതുകൊണ്ട് അതുമാത്രമല്ല, ഈ ഗാലറി ഇമേജ്, ഇപ്പം ഈ ഒരു ഗാലറി ഇമേജ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ആക്കിയ ശേഷം ഇത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ ഗാലറി ഇമേജസ് ആഡ് ചെയ്യുന്നത് എന്നതുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അഡ്മിൻ പാനൽ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ ഓപ്പൺ ആക്കണം. വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, ഈ പേരിൻ്റെ മുമ്പിൽ ഓരോ / ഇട്ടിട്ട്, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഒരു / ഇട്ടിട്ട് അഡ്മിൻ എന്ന് അടിച്ചു കൊടുക്കണം. ADMIN അടിച്ചു കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പം അഡ്മിൻ യൂസർ ID പാസ്വേഡ് അടിക്കാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. സോ ഇതിനകത്ത് അഡ്മിൻ യൂസർ ID പാസ്വേഡ് ആരൊക്കെയാണോ വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അയച്ചു തരും. നിങ്ങളൊരു റിക്വസ്റ്റ് നമ്മുടെ ഈ നമ്പറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ ID പാസ്വേഡും വെച്ചിട്ട് നമ്മൾ നമ്മുടെ അഡ്മിൻ പാനൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെ ഒരു പാനലായിരിക്കും. ഈ പാനലിൽ പോയിട്ട് നമുക്ക് പുതിയ കണ്ടൻറ്റ്, പുതിയ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് പക്ഷേ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗാലറി ഇമേജ് ആഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ ഗാലറി ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്സ്, മറ്റുള്ള പ്രൊഫഷണൽ ഫോട്ടോസ്, ട്രോഫി എല്ലാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മെനുവിൽ പോയിട്ട് മീഡിയ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ മീഡിയയിൽ പോകുന്ന നേരത്ത് ഇത് നമ്മുടെ ഫോൾഡറാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫോൾഡറാണ്. ഇവിടെ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫോൾഡറിന് മേളിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ഫോൾഡറിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഗാലറി ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് ഈ അപ്ലോഡ് ഫ്രം ലോക്കൽ എന്ന് പറയുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ഫോട്ടോസ്, ഇവിടെ ഞാൻ ജസ്റ്റ് ഫോർ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുമ്പം ഈ ഫോട്ടോ ഈ ഗാലറിയിലേക്ക് വന്നിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾ മീഡിയ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ ഫോട്ടോ ഓൾറെഡി ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഗാലറിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേ മെനു ബാറിൽ തന്നെ ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, പ്ലസ് ആ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കുക, മൈ ഓഫീസ്. ഒരു ഡിസ്ക്രിപ്ഷൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക, മൈ ഓഫീസ് ഫോട്ടോ. അതിൻ്റെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പോവുക. പിന്നെ അതിൻ്റെ താഴെ ഈ ഫീച്ചർ യെസ് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ഗാലറി ഇമേജസ്. ഇപ്പോൾ ഒരു ഫോട്ടോയുടെ താഴെ നമുക്ക് ഒരു ഗാലറി ഇതിനകത്ത് നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോട്ടോ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് അതേ ഫോട്ടോ ആഡ് ചെയ്യാം. ഇത്ര ആഡ് ചെയ്ത ശേഷം നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ ആക്കിയിട്ട് ഓപ്പൺ ന്യൂ ടാബ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ഇതിങ്ങനെ വന്നിട്ടുണ്ട്, ഓഫീസ് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഗാലറി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, മൈ ഓഫീസ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ ഒരു ഫോട്ടോ മാത്രം ഡിസ്പ്ലേ ആയിട്ട് പോകും. ഈ ഒരു ലിങ്ക് എടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ നേരത്ത് ഈ ഫോട്ടോ മാത്രം കസ്റ്റമർക്ക് കാണാൻ പറ്റും. സോ ഇതുപോലെ നമുക്ക് എത്രയൊക്കെ ഫോട്ടോസ്, ഇപ്പം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇത്രയും ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ അപ്ലോഡ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. ഓരോരോ ഫോട്ടോ അപ്ലോഡ് ആയ ഉടനെ അതിവിടെ വരും. ഓക്കെ, ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടുണ്ട്. അത് എന്തോ കുറച്ച് നെറ്റ്വർക്ക് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇത്രയും ഫോട്ടോസ് ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത്രയും ഫോട്ടോസ് നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം അവാർഡ് ഫോട്ടോസ് ഇട്ടെങ്കിൽ ആ അവാർഡ് ഫോട്ടോയിൽ എത്ര ഫോട്ടോ നമ്മൾ എടുക്കുന്നുണ്ട് അതെല്ലാം ഒറ്റ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഫോട്ടോ ഇത് മാത്രമായിരിക്കും. ഫ്രണ്ടിൽ കാണുന്ന ഫോട്ടോ ഇതായിരിക്കും. ഇത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ പോയിട്ട് മാറ്റാം. എന്നിട്ട് ഇപ്പോൾ സേവ് കൊടുക്കുക. ഇപ്പോൾ നോക്കിയുള്ളൂ, ഇത് മൈ ഓഫീസ് ഫോട്ടോ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര ഫോട്ടോസ് വരും. ഇതിനകത്തുള്ള ഓരോരോ ഫോട്ടോസ് വരും. ഇതിങ്ങനെ കസ്റ്റമർക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. ഈ ലിങ്കൊക്കെ നമുക്കിങ്ങനെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ട് കൂടുതൽ റീച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട കാര്യം. നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്ത ശേഷം ഗാലറി ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് പേര് നമ്മുടെ സർക്കിളിലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇന്ന് പഠിച്ചത് ഇതിനകത്ത് ഗാലറി ഇമേജ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് പഠിച്ചത്. സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനകത്ത് മറ്റുള്ള കണ്ടന്റ്, ഇപ്പം ഇതിനകത്ത് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ്, നമുക്ക് ഇതിനകത്ത് ഇനി ഒരു കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. ഒരു കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അഗൈൻ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് മൈ ഓഫീസ് എന്നുള്ള സംഭവം ഇവിടെ പോയിട്ട് ഡിലീറ്റ് കൊടുക്കുക. സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയാണ് ഗാലറി ഫോട്ടോസ് ഉള്ളത് അതെല്ലാം അപ്ലോഡ് ചെയ്യുക. നമുക്കിനി അടുത്ത ട്രെയിനിങ് സെഷനിൽ കാണാം. താങ്ക് യു.